ഡിസംബർ 29-ന് ദക്ഷിണ കൊറിയയിൽ തകർന്നു വീണ ബോയിംഗ് ജെറ്റിൽ 2 എഞ്ചിനുകളിൽ നിന്ന് പക്ഷികളുടെ തൂവലുകളും രക്തവും കണ്ടെത്തിയതായി റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തു. തായ്ലൻഡ് തലസ്ഥാനമായ ബാങ്കോക്കിൽ നിന്ന് തെക്ക് പടിഞ്ഞാറൻ ദക്ഷിണ കൊറിയയിലെ മുവാൻ കൗണ്ടിയിലേക്ക് പുറപ്പെട്ട ജെജു എയർ 7C222-16 വിമാനമാണ് അപകടത്തിൽപ്പെട്ടത്. ഡിസംബർ 29-ന് നടന്ന അപകടത്തിൽ 179 പേർ മരിച്ചു. അപകട സ്ഥലത്ത് നിന്ന് കണ്ടെടുത്ത എഞ്ചിനുകളിലൊന്നിൽ തൂവലുകൾ കണ്ടെത്തിയതായി അന്വേഷണ ഉദ്യോഗസ്ഥർ പറഞ്ഞു. പക്ഷി ഇടിച്ചതാവാം അപകടത്തിന്റെ കാരണമെന്നാണ് വിലയിരുത്തൽ. എന്നാൽ വാർത്തയോട് പ്രതികരിക്കുന്ന ദക്ഷിണ കൊറിയയുടെ ഗതാഗത മന്ത്രാലയം വിസമ്മതിച്ചു. ലോകത്തെ നടുക്കിയ ദക്ഷിണ കൊറിയയിലെ വൻ വിമാന അപകടവുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. ഫ്ലൈറ്റ് ഡാറ്റയും കോക്പിറ്റ് വോയിസ് റെക്കോർഡുകളും അടങ്ങിയ ബ്ലാക്ക് ബോക്സുകൾ ദുരന്തത്തിന് 4 മിനിറ്റിന് മുമ്പ് റെക്കോർഡിംഗ് നിർത്തിയതായി ദക്ഷിണ കൊറിയയിലെ ഗതാഗത മന്ത്രാലയം അറിയിച്ചു. ബ്ലാക്ക് ബോക്സുകളുടെ റെക്കോർഡിംഗ് നിന്നുപോയാൽ കാരണം എന്താണെന്ന് കണ്ടെത്താനുള്ള നടപടിക്രമങ്ങൾ അധികൃതർ സ്വീകരിച്ചിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി ബ്ലാക്ക് ബോക്സുകൾ US നാഷണൽ ട്രാൻസ്പോർട്ടേഷൻ സേഫ്റ്റി ലോഡ് ലബോറട്ടറിയിലേക്ക് അയച്ചു. വിമാനത്തിന്റെ പിന്നിലിരുന്ന ജീവനക്കാരനും യാത്രക്കാരനും മാത്രമാണ് രക്ഷപ്പെട്ടത്. ബാങ്കോക്കിൽ നിന്നെത്തിയ ജെജു എയർലൈൻസ് വിമാനം ലാൻഡിങ്ങിനിടെ റൺവേയിൽ നിന്ന് തെന്നിമാറി പൊട്ടിത്തെറിച്ചാണ് വൻ ദുരന്തമുണ്ടായത്. ബാങ്കോക്കിൽ നിന്ന് 175 യാത്രക്കാരും 6 ജീവനക്കാരുമായി എത്തിയ ജെജു എയർലൈൻസ് വിമാനമാണ് സിഗ്നൽ സംവിധാനത്തിൽ ഇടിച്ച് അപകടത്തിൽപ്പെട്ടത്. വലിയ സ്ഫോടനത്തോടെ വിമാനത്തിന് തീപിടിച്ചതാണ് കനത്ത ആൾനാശത്തിന് കാരണമായത്. ന്യൂസ് ഡെസ്ക് മഗ്നവിഷൻ.